മെക്സിക്കോ, ചൈന, കാനഡ എന്നീ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചത് ന്യായീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ജനതയ്ക്ക് തീരുമാനം ഒരല്പം ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാക്കും, എന്നാൽ വരാനിരിക്കുന്നത് അമേരിക്കയുടെ സുവർണ്ണ കാലമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമായി മാറിയാൽ ഈ നികുതി ഒഴിവാക്കി തരാമെന്ന് കാനഡയ്ക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ലളിതമായൊരു വാഗ്ദാനവും. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അനക്സേഷൻ പോളിസി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വേര് പിടിച്ചോ? ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിലെ പല കാര്യങ്ങളും അദ്ദേഹം തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ മെക്സിക്കോ, ചൈന, കാനഡ എന്നീ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചത് ന്യായീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഫ്ലോറിഡയിലെ സ്വകാര്യ വസതിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അമേരിക്കൻ ജനതയ്ക്ക് ഈ തീരുമാനം അല്പം വേദനയൊക്കെ ഉണ്ടാക്കിയേക്കാം, പക്ഷേ വരാനിരിക്കുന്നത് അമേരിക്കയുടെ സുവർണകാലം എന്നാണ് ട്രംപ് പറയുന്നത്. നിയമവിരുദ്ധ കുടിയേറ്റവും അതുപോലെ ഈ മയക്കുമരുന്ന് വ്യാപാരവും അമേരിക്കയിൽ തടയുന്നതിന് ഈ താരിഫുകൾ ആവശ്യമാണെന്ന് ട്രംപ് ആവർത്തിച്ച് ഇതിനെ ന്യായീകരിച്ച് പറയുകയാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ ഈ 25% താരിഫുകൾക്ക് തിരിച്ചടിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കാനഡയും അതുപോലെ മെക്സിക്കോയും ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ യൂണിയനും ട്രംപിന്റെ ഭീഷണി വന്നിട്ടുണ്ട്. അവർക്കും അധിക തീരുവകൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. യൂറോപ്പ് അമേരിക്കൻ നിർമ്മിത കാറുകളും അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളും ഒന്നും വാങ്ങിക്കുന്നില്ല. എന്നാൽ അമേരിക്കൻ ജനത ദശലക്ഷക്കണക്കിന് കാറുകൾ, കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ യൂറോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. നേരത്തെ എസ്കെൻ പറഞ്ഞ പോലെ കാനഡയ്ക്ക് ഒരു വമ്പൻ ഓഫർ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കാനഡ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമായി മാറുകയാണെങ്കിൽ കാനഡയിലെ ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ നികുതികളും അതുപോലെ ഏറ്റവും നല്ല സൈനിക സംരക്ഷണവും അതുമാത്രമല്ല ഈ താരിഫുകളെല്ലാം എടുത്തു കളയുമെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ അമേരിക്കയുമായി ഒരു വ്യാപാര യുദ്ധത്തിന് ഇല്ലെന്നാണ് ട്രൂഡോയ്ക്ക് പകരം കാനഡയുടെ ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ മത്സരിക്കുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്നും അവർ പറയുന്നുണ്ട്. രണ്ടു കൂട്ടർക്കും നഷ്ടമുണ്ടാകുന്നതാണ് ഈ യുദ്ധമെന്നാണ് അവർ പറയുന്നത്. അതേസമയം എസ്കെനെ അല്പസമയം മുമ്പ് എയർഫോഴ്സ് വണ്ണിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് നാളെ രാവിലെ പ്രധാനമന്ത്രി ട്രൂഡോയുമായും മെക്സിക്കോയുമായും സംസാരിക്കുന്നുണ്ട്. അവർ ഒരുപാട് പണം അമേരിക്കയ്ക്ക് നൽകാനുണ്ട്, അവർ പണം നൽകുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് ട്രംപ് പറയുന്നു. എന്നാൽ എസ്കെനെ ട്രൂഡോ പറയുന്നത് ഈ ട്രംപ് അധികാരം ഏറ്റെടുത്ത അന്ന് മുതൽ ഈ ട്രംപിനെ എന്നും വിളിക്കുന്നുണ്ട്, പക്ഷേ ഇന്ന് വരെ ഡൊണാൾഡ് ട്രംപ് തന്റെ ഫോൺ തിരിച്ച് വിളിച്ചിട്ടില്ലെന്നാണ് എസ്കെൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന തീരുമാനങ്ങളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്.